ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? നമുക്കിവിടെ സുഖം തന്നെ കേട്ടോ. ഇനി നമ്മളൊരു പപ്പായ വെച്ച് ഒരു ലഡു ആയിട്ട് ഉണ്ടാക്കാൻ പോണേ. അപ്പൊ അതാ കുറച്ച് വലിയ പപ്പായാണ്. അപ്പൊ അതിന്റെ പകുതി നമ്മൾ എടുക്കുന്നുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ. പപ്പായ നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. കഷ്ണം കാണിച്ചില്ല. നമ്മൾ പപ്പായ തൊലിയൊക്കെ പോക്കി കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചിട്ട് ചെറുതായിട്ടെടുക്കുക, ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഒക്കെ മുറിച്ച് ക്ലിയർ ആക്കി വെച്ചാണ് നമുക്ക് അതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് നമുക്ക് ശർക്കര, അതിന് വേണ്ട ശർക്കര ഉരുക്കാം. ശർക്കര, മുന്തിരി, അണ്ടി. നമുക്ക് ശർക്കരക്ക് ഒന്ന് പൊടിച്ചിട്ട് അതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കട്ടോ. നമുക്ക് ശർക്കര പാനിയാകട്ടെ. അപ്പോഴൊക്കെ നമുക്ക് പാനടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ. നെയ്യൊക്കെ ഒന്ന് നല്ലോണം ചൂടായി വരട്ടെ. അതിലേക്ക് നമ്മളിതാ നമ്മൾ അണ്ടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുന്തിരി രണ്ടും കൂടെ നമുക്ക് ഒന്ന് നല്ലോണം നെയ്യിൽ പൊരിച്ചിട്ടെടുക്കട്ടോ. നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വരട്ടെ. നമ്മള് കാഷ്നട്ട് മുന്തിരിയൊക്കെ ഒന്ന് നല്ലോണം പൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അവിടെ കാഷ്നട്ടും മുന്തിരിയൊക്കെ റെഡിയായി. നമുക്കത് കോരി മാറ്റാം. നമ്മൾ ശർക്കര പാനി ഇവിടെ റെഡി ആവുന്നുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മളെ കർമൂസ ഇട്ട് കൊടുക്കുക. കർമൂസ, പപ്പായ എന്നെല്ലാം പറയും. അപ്പൊ നമുക്ക് അതിൽ നിന്നൊന്ന് നല്ലോണം അതിൽ തന്നെ ഒന്ന് നല്ലോണം വേവിച്ചെടുക്കട്ടോ. ആ നെയ്യിൽ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ. എല്ലാ ഭാഗത്തും നെയ്യൊക്കെ ഒന്നാവുന്ന വരെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. അതിന് ഒരു ആവശ്യത്തിൻ്റെ ഒരു വേവാവണം. വേഗം വെന്തിട്ടു കേട്ടോ. നല്ലോണം നമുക്ക് ഇളക്കി
കൊടുത്തിട്ട് കട്ട് ചെയ്യാൻ പറ്റും. നല്ലോണം ഒന്ന് വാടി ലെവലായി വന്നിക്കുന്നു. എന്നാലും നമുക്കൊന്ന് ലേശം ഒന്ന് വേവാണ്ടാവും കേട്ടോ. നമ്മൾ ശർക്കര പാനി നമുക്ക് അതിലോട്ട് ഒഴിച്ചെടുക്കാം. നല്ലോണം ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചെടുക്കട്ടോ. അപ്പൊ അതിലൊന്ന് നല്ലോണം ഒന്ന് കുറുകുന്ന വരെ ഒന്ന് വേവിട്ടോ. ശർക്കര പാനി കുറുകി വരുന്ന വരെ നമുക്ക് അതിലൊന്ന് വെന്താൽ മതി. അപ്പൊ നല്ല പാകമായ വേവായി വരും കേട്ടോ. നമുക്കൊന്ന് കുറച്ച് നേരം നല്ലോണം ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. അതിൽ കിടന്ന് നല്ലോണം ഒന്ന് വേവട്ടെ കേട്ടോ. നമുക്ക് തീയൊരു സിമ്മിലിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പൊ ഒരു 1.5 സ്പൂണ് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാട്ടോ. അപ്പൊ അതൊന്ന് ഇട്ടെടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരുമാതിരി വേവായിട്ടോ. എന്നാലും ഒന്നും കൂടെ ഒന്ന് കുറുകി വരാണ്ട്. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല കാൽസ്യമൊക്കെ ഉള്ള സാധനമാണ് പപ്പായ. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് ആ ശർക്കര പാനി കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് കുറുകി വരണം. കൂടെ ഉണ്ട്. നമ്മളൊരിത്തിരി ഉപ്പിടുന്നുണ്ട് കേട്ടോ. അതില് കുറഞ്ഞൊരു ഉപ്പിടണല്ലോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. ഒരു 1/4 സ്പൂണ് അത് മതി. അതൊന്ന് നല്ലോണം അതിൽ ഇളക്കി ചേർത്തി നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം. ലേശം കൂടെ ഉണ്ട് കേട്ടോ. വെന്തൊടങ്ങിയിട്ടുണ്ട്. അണ്ടി മുന്തിരി നമ്മൾ പൊരിച്ച് വെച്ചതാ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് നമുക്ക് അതിൽ ചേർത്ത് ഇളക്കി അതെല്ലാ ഭാഗത്തും എത്തുന്ന വരെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കട്ടോ. കർമൂസ, കറുമത്തി, പപ്പായ ഒക്കെ പറയും. ഓരോ നാട്ടിലും ഓരോ ഭാഷകളാണ്. ഞങ്ങളിവിടെ പറയാ പപ്പായ, കർമൂസ എന്നാട്ടോ പറയാ. അപ്പൊ അതത് വെന്ത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കട്ടോ. ചൂടാറിയിട്ട് നമുക്ക് ഒക്കെ ഒന്ന് ലഡു ആക്കി എടുക്കട്ടോ. ഒന്ന് നല്ലോണം ആറട്ടെ. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലോണം നാറി വെച്ചിട്ട് നമ്മളെ കൂട്ടൊക്കെ ഇവിടെ ആറി വന്ന് നമുക്കിതാ ഉണ്ട പിടിച്ച്. ഇപ്പൊ തേങ്ങ ഇത്തിരി ഞങ്ങൾ പൊടിച്ച് വെച്ചതാട്ടോ. അപ്പൊ അതിലൊന്ന് നല്ലോണം പുരട്ടി. പിന്നെ ഒരു ഭംഗിക്ക് ഞങ്ങളൊരു മുന്തിരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മളെ ലഡുവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയതാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.
നാളെ നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.